എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് രാധിക. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് താമസം. ഞാൻ മീനാക്ഷി മാമിൻ്റെ സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ മീനാക്ഷി മാമിൻ്റെ സ്പിരിച്വൽ ഗുരുവാണ്. അങ്ങനെ പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ മീനാക്ഷി മാമിൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് കാലമായി. അപ്പം എനിക്ക് വന്നിട്ടുള്ളൊരു ചേഞ്ചസ് ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം അത് വന്നത് വഴിയാണ് ഞാനൊരു നിരാശയുടെ പടുകുഴിയിലേക്കൊക്കെ വീണുപോയി എന്ന് പറയാം. ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ മീനാക്ഷി മാമിനെ പരിചയപ്പെട്ടതോട് കൂടിയിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഹാപ്പിനെസ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ഒരു മീനാക്ഷി മാം എനിക്ക് പറഞ്ഞു തന്നൊരു അഫർമേഷൻ ഉണ്ട്, ഞാൻ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പണവും സമ്പത്തും എന്നിലേക്ക് പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിച്ചതുമായ മേഖലകളിലൂടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എന്നാണ്. അപ്പോൾ ഞാനത് അന്ന് എഴുതുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഇതാണ് ഈ അപ്രതീക്ഷിതം എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാനും ഹസ്ബൻഡും കുറേ കാലമായിട്ട് കാർവിങ് ആൻഡ് സാലഡ് വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പം കാർവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഫംഗ്ഷൻസിനൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഫുഡ് ആൻഡ് വെജിറ്റബിളിൽ നമ്മൾ ഫ്രൂട്ട്സിലും വെജിറ്റബിളിലൊക്കെ നമ്മൾ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുള്ള ഒരു സംഗതി കാർവിങ്. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് അതിൽ ടാലൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടെ പോയിട്ട് കാണാറുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സാലഡ് വർക്ക്സ് ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കുറേ പേര് താമസിച്ചിട്ട് പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിക്കും, നീ വന്ന് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അതിലൊരു ശ്രദ്ധയോ ഒരു താല്പര്യം ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം എനിക്ക് എന്തോ ചെയ്യണമെന്ന് തോന്നി. ഹസ്ബൻഡ് ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് ചെയ്തു. പിന്നെ ഞാനിങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, ഒരു അഡിക്ഷൻ പോലെ ഞാനത് വെറുതെ ഇരുന്ന് വീഡിയോസും ഒക്കെ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം കേട്ടോ, എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി മാത്രം. അപ്പം അതിൽ നല്ല കമൻറ്റ്സ് പറഞ്ഞ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു ദിവസം എനിക്ക് വർക്ക് വന്നു കാസർഗോഡ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ ചെയ്തു. നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ ഒരു അപ്രീസിയേഷൻസ് കിട്ടി എനിക്ക്. അപ്പോൾ അതാണ് എൻ്റെ ആ ഒരു അഫർമേഷൻസിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ വന്നിട്ടുള്ളൊരു മീനാക്ഷി മാമിൻ്റെ സ്റ്റുഡൻ്റായാലും വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഡെയിലി ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് എനിക്ക് ഒരു മാറ്റം, ഈ ചിരിച്ച മുഖത്തോടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഡെയിലി ഈ മീനാക്ഷി മാമിൻ്റെ പ്രാക്ടീസുകൾ ചെയ്യാറുണ്ട്. ഞാൻ 2 കോഴ്സസാണ് ഇപ്പം മീനാക്ഷി മാമിൻ്റെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്, കർമ്മ കോഴ്സും പിന്നെ വയലറ്റ് ഫ്ലെയിം ഹീലിംഗ് കോഴ്സും. അപ്പോൾ ഇനി വരുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ചെയ്യണം, കൂടുതലായിട്ടും ചെയ്യണം. ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ 2 കോഴ്സസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ അടുത്ത കോഴ്സസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും വേണ്ട ജീവിതത്തിൽ വേണ്ടത് നമുക്ക് പണവും സമ്പത്തും വേണ്ട എന്നല്ല, എന്നാലും നമുക്ക് വേണ്ടത് ശാന്തി, സമാധാനം, സന്തോഷം എന്നാണ്. അത് പണമായാലും അതേ, സന്തോഷമായാലും അതേ, സമാധാനമായാലും അതെ, ഞാൻ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഈ ഒരു സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. മീനാക്ഷി മാമിനും ഈ യൂണിവേഴ്സിനോടുള്ള എൻ്റെ അടങ്ങാത്ത ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു.